ശ്രീകൃഷ്ണന്റെ ബാല്യകാലം അതിമനോഹരമായ വൃന്ദാവനത്തിലായിരുന്നു. കൃഷ്ണന്റെ ശക്തിയറിഞ്ഞ കംസൻ അവനെ വധിക്കാനായി പല അസുരന്മാരെയും അയച്ചുകൊണ്ടിരുന്നു. അക്കൂട്ടത്തിലൊരാളായിരുന്നു അതിശക്തനായ പ്രലംബാസുരൻ. വേഷം മാറിയെത്തിയ അസുരൻ. ഒരു ദിവസം കൃഷ്ണനും ബലരാമനും ഗോപാലബാലന്മാരും കൂടി കാട്ടിൽ കന്നുകാലികളെ മേയിക്കുകയായിരുന്നു. ഈ സമയം പ്രലംബാസുരൻ ഒരു ഇടയബാലന്റെ വേഷത്തിൽ അവർക്കിടയിലേക്ക് നുഴഞ്ഞുകയറി. കൃഷ്ണൻ തന്റെ ദിവ്യദൃഷ്ടിയാൽ വന്നത് അസുരനാണെന്ന് മനസ്സിലാക്കിയെങ്കിലും ഉടനെ അവനെ പിടികൂടാൻ തുനിഞ്ഞില്ല. പകരം അവനെ കളിയിൽ പങ്കാളിയാക്കി. തോളിലേറ്റിയുള്ള കളി. കുട്ടികൾ എല്ലാവരും കൂടി 2 ടീമുകളായി തിരിഞ്ഞു. ഒരു ടീമിന് കൃഷ്ണനും മറുഭാഗത്തിന് ബലരാമനും നേതൃത്വം നൽകി. ഓട്ടമത്സരമായിരുന്നു കളി. തോറ്റവർ ജയിച്ചവരെ തോളിലേറ്റിക്കൊണ്ട് നിശ്ചിത ദൂരം നടക്കണം എന്നതായിരുന്നു പന്തയം. കളിയിൽ ബലരാമന്റെ ടീം വിജയിച്ചു. അതനുസരിച്ച് തോറ്റ ടീമിലുള്ളവർ വിജയികളെ തോളിലേറ്റണം. പ്രലംബാസുരൻ മനഃപൂർവ്വം തോൽവി സമ്മതിച്ച് ബലരാമനെ തന്റെ തോളിലേറ്റി. അസുരന്റെ യഥാർത്ഥ രൂപം. ബലരാമനെ തോളിലേറ്റിയ അസുരൻ കൃഷ്ണന്റെ അടുത്തുനിന്നും മറ്റുള്ളവരിൽ നിന്നും ദൂരേക്ക് വേഗത്തിൽ നടന്നു. കൃഷ്ണനിൽ നിന്ന് അകറ്റിയാൽ ബലരാമനെ എളുപ്പത്തിൽ വധിക്കാമെന്നായിരുന്നു അവന്റെ കണക്കുകൂട്ടൽ. കുറച്ചു ദൂരം ചെന്നപ്പോൾ അസുരൻ തന്റെ ഇടയവേഷം ഉപേക്ഷിച്ച് ഭീമാകാരമായ രൂപം കൈക്കൊണ്ടു. ആകാശത്തോളം ഉയരമുള്ള ശരീരവും അഗ്നിജ്വലിക്കുന്ന കണ്ണുകളും കൂർത്ത പല്ലുകളുമുള്ള ആ രൂപം കണ്ടപ്പോൾ ബലരാമൻ ഒന്നമ്പരന്നു. പ്രലംബവധം. താൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ബലരാമൻ ഉടൻ തന്നെ കൃഷ്ണനെ നോക്കി. കൃഷ്ണൻ പുഞ്ചിരിയോടെ ബലരാമന് ധൈര്യം പകർന്നു. തന്റെ അനന്തമായ കരുത്ത് തിരിച്ചറിഞ്ഞ ബലരാമൻ അസുരന്റെ തോളിലിരുന്നുകൊണ്ടുതന്നെ തന്റെ വജ്രസമാനമായ മുഷ്ടി ചുരുട്ടി അവന്റെ തലയിൽ ശക്തമായി ഒരിടി നൽകി. ആ പ്രഹരത്തിന്റെ ആഘാതത്തിൽ അസുരന്റെ തലയോട്ടി തകർന്നു. വായയിൽ നിന്ന് രക്തം ഛർദ്ദിച്ചുകൊണ്ട് പ്രലംബാസുരൻ മലപോലെ മണ്ണിലേക്ക് വീണു മരിച്ചു. ആകാശത്തുനിന്ന് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി ബലരാമനെ വാഴ്ത്തി. ഈ സംഭവത്തോടെ ഗോപാലബാലന്മാർക്കെല്ലാം ബലരാമന്റെ ശക്തിയിൽ വലിയ അത്ഭുതവും ആദരവും തോന്നി.